name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Last week we celebrated Resurrection Sunday and we were reminded about the resurrection, what the resurrection of Christ means to us. നമ്മൾ പോയ ആഴ്ച കർത്താവിന്റെ ഉയർപ്പിൻ്റെതായ ഓർമ്മ പുതുക്കി നമ്മൾ എന്താണ് കർത്താവിന്റെ പുനരുദ്ധാനം ഉയർപ്പ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. Just imagine if you were one of the disciples and for the last 3 years you had just walked and talked with Jesus and suddenly he left. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ യേശുവിൻ്റെ ഒരു ശിഷ്യരായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷക്കാലം യേശുവിനോടുകൂടെ നമ്മൾ നടക്കുകയും നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്തു. You had left your home, your work, everything just to follow this man. അതുപോലെ യേശുവിനെ പ്രതി നമ്മൾ നമ്മുടെ ഭവനവും നമ്മുടെ ജോലിയും എല്ലാം വിട്ടു. അങ്ങനെ അനുഗമിച്ച യേശു നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, But Jesus is so good, he never left us alone. പക്ഷേ യേശു നല്ലവനാണ്. നമ്മളെ തനിച്ചാക്കിയിട്ടല്ല യേശു പോയിരിക്കുന്നത്. So today I want to tell you we are not alone. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തനിച്ചല്ല എന്നുള്ളതാകുന്നു. Let's say a word of prayer. നമുക്കൊരു പ്രാർത്ഥിച്ച് തുടങ്ങാം. Abba Father, Lord, I just commit this time into your hands. പിതാവായ കർത്താവേ, ഞാൻ ഈ സമയത്തെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. You have not left us as orphans. ഞങ്ങളെ ഒരു അനാഥരായിട്ട് നീ തള്ളിക്കളഞ്ഞിട്ടില്ല. And that is such a privilege. അത് വലിയൊരു മഹത്വമായിട്ടുള്ള കാര്യമാകുന്നു. I pray that this will not be just head knowledge, but today it will be established in many people's hearts that we are not alone. കർത്താവെ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് പലരുടെയും ഹൃദയത്തിൽ ഒന്ന് ഉറപ്പാകട്ടെ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ അനാഥരല്ല എന്നുള്ള കാര്യം. Holy Spirit, speak to each one of us. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചാട്ടെ. Holy Spirit, you are welcome here. പരിശുദ്ധാത്മാവെ, നിന്നെ ഞങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. So Jesus he prepared them. യേശു അവരെ ഒരുക്കുകയായിരുന്നു. So many of his conversations he was talking about his going. യേശുവിന്റെ പല സംഭാഷണങ്ങളിലും യേശു ശിഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നു താൻ പോകുന്ന കാര്യം. And so in the book of Acts we see before he left what he told them. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം യേശു പോകുന്നതിന് മുമ്പ് അവരോട് എന്താണ് പറഞ്ഞിരുന്നത്. Acts 1 verse 3 to 5 says, to these he also presented himself alive, that is to the disciples, after his suffering, by many convincing proofs, appearing to them over a period of 40 days and speaking of things regarding the kingdom of God. Gathering them together, he commanded them not to leave Jerusalem, but to wait for what the Father had promised, which he said, you heard of from me, for John baptized with water, but you will be baptized with the Holy Spirit not many days from now. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 1:3-5 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ കഷ്ടാനുഭവത്തിന് ശേഷം വീഴ്ച കൂടാത്ത തെളിവുകളിലൂടെ താൻ അവർക്ക് തന്നെത്താൻ വെളിപ്പെട്ടതും 40 നാളുകൾ അവർക്ക് കാണപ്പെട്ടതും ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി അവരോട് സംസാരിച്ചിരുന്നതുമായ സംഗതികളെക്കുറിച്ചും ആയിരുന്നുവല്ലോ. അങ്ങനെ യേശു അവരുമായി കൂടിയിരുന്നപ്പോൾ അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നിൽ നിന്നും കേട്ടതുപോലെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ചെയ്യപ്പെടും. The promise of the Father. അത് പിതാവിന്റെ ഒരു വാഗ്ദത്തമാകുന്നു. The Holy Spirit is the promise of the Father. പരിശുദ്ധാത്മാവ് എന്ന ദാനം പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമാകുന്നു. Are you excited about him? ഇതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷമുള്ളവരാണോ? You don't look very excited. The Holy Spirit is the promise of the Father. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. And in verse 8 he says, you will receive power, that is dunamis, when the Holy Spirit has come upon you, and you shall be witnesses both in Jerusalem and in all Judea and Samaria and as far as the remotest part of the earth. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. Tell your neighbor, you're going to be a witness in Trivandrum, in North India and in the nations. നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ഈ തിരുവനന്തപുരത്തും നോർത്ത് ഇന്ത്യയിലും ഈ ദേശങ്ങളിലെല്ലാം യേശുവിൻ്റെ സാക്ഷികളാകും എന്നുള്ളത്. You are, each one of us are witnesses. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സാക്ഷികളാകുന്നു. And so we see how the disciples sat in the upper room waiting for the Holy Spirit to come. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ ശിഷ്യന്മാർ മാളിക മുകളിൽ മുറിയിലേറി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ വരവേറ്റുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്.
They must have no idea what is going to happen, but they obediently waited and prayed that something God would give them power. അവർക്ക് വരുവാനുള്ള കാര്യത്തിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതോ ഒരു ശക്തി കർത്താവായ ദൈവം അറിയിക്കുന്നു എന്നുള്ള കാര്യം. And in Acts 2, we see how, like a wind, and as tongues of fire, the Holy Spirit comes on them and they start speaking in new tongues. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു എങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് അഗ്നിനാവാൽ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു എന്നുള്ളത്. Since it was Pentecost, so many people were there and they said they are speaking in new languages. അതൊരു പെന്തക്കോസ്ത് നാളായിരുന്നപ്പോൾ പലരും അത്ഭുതപ്പെട്ടു, ഇവരെന്താ പുതിയ ഭാഷകൾ സംസാരിക്കുന്നത് എന്നുള്ളത്. And they were wondering, what is this? Are they drunk? അവർ ചോദിക്കുകയാണ്, ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്, ഇത് എന്താണ് സംഭവിക്കുന്നത്, ഇവരെല്ലാം കുടിച്ചിട്ടുണ്ട്, മത്തരായിരിക്കുന്നു എന്നുള്ളത്. Just imagine when the Holy Spirit comes, all these things can happen. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം സാധ്യമാകും. And then Peter stands up and says, this is the morning, they're not drunk. This is the promise that God spoke of in the book of Joel, that he would pour out his spirit on all flesh. അപ്പോൾ പത്രോസ് ധൈര്യപൂർവ്വം എഴുന്നേറ്റ് പറയുകയാണ്, ഇവരാരും ഇത് പ്രഭാതമല്ലോ, ഇവരാരും കുടിച്ച് മത്തരായിരിക്കുകയല്ല, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം കർത്താവ് അയച്ചിട്ടുള്ള പരിശുദ്ധാത്മാവാകുന്നു എന്നുള്ളത്. And he tells them how Jesus came and was crucified and was resurrected, and with that they were convicted. അതുപോലെ തന്നെ പത്രോസ് പറയുകയാണ് എങ്ങനെ യേശു ക്രിസ്തു വന്നതും അവരുടെ ഇടയിൽ നിന്നതും ജീവിച്ചതും മരിച്ചതും ക്രൂശിക്കപ്പെട്ട് തുരിച്ച് ഉയർത്തെഴുന്നേറ്റായ കാര്യങ്ങളെല്ലാം പത്രോസ് ഇവിടെ പറയുകയാണ്. Acts 2 verse 32 and 33 says, "It is this Jesus whom God raised up, a fact to which we are all witnesses. Therefore, since he has been exalted at the right hand of God and has received the promise of the Holy Spirit from the Father, he has poured out this which you both see and hear." അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 32-33 ഇങ്ങനെ വായിക്കുന്നു, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. And then he says in verse 38 and 39, Peter said to them, "Repent, and each of you be baptized in the name of Jesus Christ for the forgiveness of sins, and you will receive the gift of the Holy Spirit. For the promise is for you, not only you, and your children, and for all who are far away, as many as the Lord our God will call to himself." അതുപോലെ 38-39 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെ വിട്ടുമാറി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും പരിശുദ്ധാത്മാവ് എന്ന ദാനം നൽകുകയും ചെയ്യും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. Can you thank God for the gift of the Holy Spirit today? പരിശുദ്ധാത്മാവ് എന്ന ദാനം പിതാവ് തന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയാമോ? Only a few people here thank God. All of you, can you thank God for the gift of the Holy Spirit? പരിശുദ്ധാത്മാവ് എന്ന ദാനത്തിന് വേണ്ടി ദൈവത്തിനോട് നന്ദി പറയാമോ? And the gift is not only for you, but for your generations. അത് നമ്മൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളുടെ വരും തലമുറകൾക്കും വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ദാനമാകുന്നു. We didn't do anything to receive this gift. ഈ ഒരു ദാനം കിട്ടുവാൻ വേണ്ടി നമ്മളായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. How would we live life without the gift of the Holy Spirit? ഈ പരിശുദ്ധാത്മാവിന്റെ ദാനമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? Oh, so God is so good, isn't he? ദൈവം നല്ലവനാകുന്നു. So Jesus had spoken to his disciples about the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു തന്റെ ശിഷ്യരോട് സംസാരിച്ചിരുന്നു. In his discourse with them in John 14-17, before he was crucified, he explained about who this Holy Spirit is. യേശുവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 14-17 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം, യേശു തന്റെ സംഭാഷണങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യരോട് സംസാരിക്കുന്നുണ്ട്. John 14 verses 16 and 17 says, "I will ask the Father, and he will give you another helper, so that he may be with you sometimes forever. So that he may be with you forever. The helper is a spirit of truth, whom the world cannot receive, because it does not see him or know him, but you know him, because he remains with you and will be in you." യോഹന്നാന്റെ സുവിശേഷം 14-17 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ സത്യത്തിന്റെ ആത്മാവിനെ ലോകം കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല.
എന്നാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ നിങ്ങൾ അറിയുന്നു. So the word another is allos, which means another of the same kind. ഈ മറ്റൊരു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദം വരുന്നത് അലോസ് എന്ന പദത്തിൽ നിന്നാണ് ആകുന്നു. അതിന്റെ അർത്ഥം മറ്റൊന്ന്, ഒരു കാര്യത്തിന്റെ മറ്റൊന്ന് എന്നുള്ളത്. So the Holy Spirit is just like Jesus. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ പോലെ മറ്റൊരു The വ്യക്തിത്വമാണ്, same nature, അതേ സ്വഭാവം. the same way he will operate. യേശു എങ്ങനെ കാര്യങ്ങൾ ചെയ്തിരുന്നുവോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവും കാര്യങ്ങൾ So ചെയ്യുന്നത്. Jesus said, I'm going to give you another one like me. അപ്പോൾ യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരുവനെ തരും എന്നുള്ളതാകുന്നു. And he is a helper. മാത്രമല്ല അവൻ ഒരു സഹായി ആയിരിക്കും. The word helper is parakletos, which most of us know. ഈ സഹായി എന്ന് പറയുന്ന പാരാക്ലീറ്റോസ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് വരുന്നത്. It's used in the New Testament to describe someone who will support, aid, intercede on behalf of another. ഈ പാരാക്ലീറ്റോസ് എന്ന പദം പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ഏതൊരുവൻ മറ്റൊരുവനെ സഹായിക്കുകയും താങ്ങുകയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഹായിയായിട്ടാവുന്നു. In a legal context, it is like an advocate's assistant. അതുപോലെ അത് നിയമപരമായ Sorry, സന്ദർഭത്തിൽ an advocate or a legal assistant. നിയമപരമായ സന്ദർഭത്തിൽ ആണെങ്കിൽ ഇതൊരു വക്കീലോ അല്ലെങ്കിൽ നിയമസഹായിയോ എന്ന അർത്ഥത്തിലാകുന്നു. It also means someone who comforts and encourages. നമ്മളെ പ്രബോധിപ്പിക്കുകയും നമ്മളെ താങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഹായി. Para means close beside. പാര എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നുള്ളതാകുന്നു. Kletos means to make a judgment. ക്ലീറ്റോസ് എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഒരു ന്യായം വിധിക്കുക എന്നുള്ളത്. So basically, it's a legal advocate who makes the right judgment because he is close to each situation we go through. അപ്പോൾ ഈ ഒരു നിയമസഹായിയെ പോലെ തന്നെ ഏതൊരു സാഹചര്യത്തെ അടുത്തറിയുന്ന ഒരു വ്യക്തിക്കാകുന്ന ഒരു മനുഷ്യനെ അടുത്ത് സഹായിക്കാൻ കഴിയുക, ഒരു തീരുമാനം എടുക്കാൻ കഴിയുക. As I stand on the stage, the Holy Spirit is near me, telling me how to speak. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, എങ്ങനെ സംസാരിക്കണം എന്ന് എന്നെ പറയുവാൻ സഹായിക്കുവാൻ. Because I don't know what each one of you is going through. കാരണം എനിക്ക് അറിയുകയില്ല നിങ്ങളിൽ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തെക്കുറിച്ച്. But the Holy Spirit knows each one of your situations. പക്ഷെ പരിശുദ്ധാത്മാവിനാവട്ടെ നിങ്ങൾ ഓരോരുത്തരെയും കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. And he will say this Kavita, say that Kavita. അപ്പോൾ കർത്താവ് തന്നോട് പറയും ഇത് ഇങ്ങനെ പറയുക, ഈ ഒരു കാര്യം പറയുക എന്നുള്ളത്. So just imagine, this is the Holy Spirit. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ ഇത് പരിശുദ്ധാത്മാവാകുന്നു. It is not an it is a he. ഇത് എന്നല്ല അവൻ എന്നാകുന്നു. He is a person. അവൻ ഒരു വ്യക്തിയാകുന്നു. So many times we just limit the Holy Spirit to an experience. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു അനുഭവത്തിലേക്ക് അതിൻ്റെ ഒരു ചട്ടവട്ടത്തിൽ തന്നെ നമ്മൾ തളച്ചിടാൻ ശ്രമിക്കും. Today, the one thing that if you can take home is that the Holy Spirit is a person close to you. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾക്ക് എടുക്കുവാനുള്ള ഒരു സത്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുത്ത് ഇരിക്കുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എന്നുള്ളതാണ്. He is a person. അവൻ ഒരു വ്യക്തിയാകുന്നു. He is a person more real than the person next to you. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാകുന്നു പരിശുദ്ധാത്മാവ് എന്നുള്ളത്. But so often we ignore him. പലപ്പോഴും നമ്മൾ അവനെ തിരസ്കരിച്ചു കളയും. He is there to help us with the situation, but we say, no, we'll go and ask for help somewhere else. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ അടുത്തുണ്ട് നമ്മളെ സഹായിക്കാൻ. പക്ഷെ നമ്മൾ അത് തിരസ്കരിച്ചിട്ട് അവനെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരു വ്യക്തിയെ സമീപിക്കുകയാണ്. When we feel that we cannot take another step in life, the Holy Spirit is saying, I'll do it, we'll do it together. നമ്മൾക്ക് ഒരു പുതിയൊരു ചുവട് വെക്കുവാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയും നമ്മൾക്ക് ഇത് ഒരുമിച്ച് ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം എന്നുള്ളത്. So he said, this is the person who is with us till our last breath. അപ്പോൾ യേശു പറയുന്നത് നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയാകുന്നു പരിശുദ്ധാത്മാവ് എന്നുള്ളത്. In John 16 verses 5 to 7 it says, I am going to him, that is to the Father who sent me, and none of you ask me, where are you going? But because I have said these things to you, grief has filled your heart. But I tell you the truth, it is for your advantage that I am leaving. For if I do not leave, the helper will not come to you. But if I go, I will send him to you. യോഹന്നാന്റെ സുവിശേഷം 16:5-7 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു, എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നില്ലെങ്കിൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാലോ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും.
How many of you, when your best friends have probably had to go away, felt that emptiness? നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളോട് ചേർന്നിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ So നിങ്ങൾക്ക് ഹൃദയത്തിൽ I studied in a hostel. So for me in school, friends were the most important part of my life. ഞാനൊരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുഹൃത്ത് ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. So I had twins as friends എനിക്ക് ഒരു ഇരട്ട സഹോദരികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു in my ninth standard. എൻ്റെ 9ാം ക്ലാസ്സിൽ. And suddenly their parents came from the Gulf and they left. They had to leave. പെട്ടെന്ന് തന്നെ അവരുടെ മാതാപിതാക്കൾ ഗൾഫിൽ നിന്ന് വരികയും അവർക്ക് സ്കൂളിൽ നിന്ന് വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. It shook me to my core. അത് എന്നെ ആഴത്തിൽ എന്നെ വിഷമിപ്പിച്ചു. Only after they left, I realized how much I depended on them. അവരെന്നെ വിട്ടു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അവരിൽ എത്രത്തോളം ആശ്രയിച്ചിരുന്നു എന്നുള്ളത്. People pass away from our lives. പലപ്പോഴും മനുഷ്യർ നമ്മളെ വിട്ടു പോകും. It's not because they can help it sometimes. It's not because they are purposely doing it, but because of the circumstances. അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കും. But there is one friend who will never leave us. That is the Holy Spirit. പക്ഷെ ഒരു സുഹൃത്തും നമ്മളെ ഒരിക്കലും വിട്ടു പോകുകയില്ല, അത് പരിശുദ്ധാത്മാവാകുന്നു. You know, when you're struggling with some sickness, even your spouse will not be able to help you that much, but the Holy Spirit will be with you. ചിലപ്പോൾ നമ്മൾ അസുഖം ബാധിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനെ പോലും നമ്മളെ അത്രയും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് ചേർന്ന് നമ്മളെ സൗഖ്യം വരുത്തും. So that is the person of the Holy Spirit. അതാകുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി. I'm going to be sharing about some of the experiences that the Spirit brings in our lives. ഞാനിപ്പോൾ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില അനുഭവങ്ങളെ കുറിച്ചാകുന്നു. First of all, the Holy Spirit's role in our salvation. ഒന്നാമതായി പരിശുദ്ധാത്മാവിന്റെ പങ്ക് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച്. John chapter 16 verses 8 to 9 says, "And he, that is the Holy Spirit, when he comes, will convict the world regarding sin and righteousness and judgment." യോഹന്നാന്റെ സുവിശേഷം 16:8 വായിക്കുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. See, the Holy Spirit is the one who convicts us that this is wrong, this is okay. പരിശുദ്ധാത്മാവാകുന്നു നമ്മുടെ ഉള്ളിൽ ഒരു പാപബോധം കൊണ്ടുതരുന്നത്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നുള്ള ബോധം കൊണ്ടുതരുന്ന പരിശുദ്ധാത്മാവാകുന്നു. For the world nowadays, everything is okay. ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് എല്ലാം ഓക്കെ ആകുന്നു. But the Holy Spirit says, this is wrong, turn this way, do this. പക്ഷെ പരിശുദ്ധാത്മാവ് പറയും, ഇത് തെറ്റാണ്, ഇതിൽ നിന്ന് നിങ്ങൾ മാറി ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു കാര്യം. So the Holy Spirit is there often telling us, oh, that was not right, the way you spoke this way. You were angry, that was not right. And we can just shut him off. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യം വരുത്തും. നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്ത കാര്യം ഒക്കെ ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്ന് മാറി നിൽക്കാം. But the Holy Spirit, being a gentle person, will just tell us softly. And if we accept it, it is good for us. പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ ഒരു സൗമ്യനായ ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളെ കറക്റ്റ് ചെയ്ത് മാറി നിൽക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം. The Holy Spirit convicts the world of righteousness, that these are the standards how which we can be right with God. അതുപോലെ നീതിയെക്കുറിച്ച് ഉള്ളൊരു ബോധം കർത്താവ് പറയും, എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ്, ദൈവത്തിൻ്റെ നീതി എന്താണ് എന്നുള്ളത്. He makes us aware that there's nothing we can do to be right with God except by accepting the sacrifice that Jesus did for us. ദൈവവുമായിട്ട് ഒരു നീതി വരുത്താൻ നമ്മൾക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മറിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം പരിശുദ്ധാത്മാവാകുന്നു നമ്മളോട് പറയുന്നത്. And the Holy Spirit convicts us about the judgment. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ന്യായവിധിയെക്കുറിച്ച് ബോധം തരുന്നു. He tells us that already Jesus has won over the ruler of this world. അവൻ നമ്മളോട് പറഞ്ഞു തരുന്നു, യേശു ഇതിനകം തന്നെ ലോകത്തിന്റെ അധികാരിയുടെ മേൽ ജയം വരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം. So even I remember as a young girl when I heard the gospel. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ബാലികയായിരുന്ന സമയത്ത് ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് കേട്ട ഒരു ചെറുപ്പക്കാരിയായിരുന്നു. Okay, yeah. As a young teenager, I was 17 when I accepted, when I understood that I had, the Holy Spirit convicted me in my heart that I was a sinner. ഞാൻ കൗമാരത്തിലായിരുന്നപ്പോൾ, എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു, ഞാനൊരു പാപിയാകുന്നു എന്നുള്ളത്. I gone for a meeting and someone shared it. ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാൾ അത് പങ്കുവെക്കുകയാണ്. And then it's that time that the Holy Spirit comes and says, Kavita, you're a sinner.
ask for forgiveness. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് പറയുകയാണ്, കവിത, നീ ഒരു പാപിയാകുന്നു, നീ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളത്. Oh, my eyes were opened and I was crying and I was thinking, Lord, forgive me. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കർത്താവിനോട് നിലവിളിച്ച് പറയുകയാണ്, കർത്താവെ നീ എന്നോട് ക്ഷമിച്ചാട്ടെ എന്നുള്ളത്. So in our salvation, God the Father planned it. Jesus took part and partnered and died for us, but it's the Holy Spirit inside us that says, accept what Jesus has done. ഈ രക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ പിതാവായ ദൈവമാകുന്നു ആ പദ്ധതി തുടങ്ങി വെച്ചത്, അത് തീരുമാനിച്ചത്. യേശു അത് നിവർത്തിച്ചു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ. പരിശുദ്ധാത്മാവാണ് നമ്മൾക്ക് ആ ബോധ്യം തരുന്നത്, നിങ്ങൾ ആ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷ പ്രാപിക്കുക എന്നുള്ളത്. And from the moment that you are born again, the Holy Spirit comes to dwell inside you. എപ്പോൾ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറുമോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് വസിക്കുകയാണ്. I just felt right now that I just close your eyes and ask the Lord, if there's anyone here, could we have the worship team? I think that is down. Hallelujah. Just if there is anyone here who has not given their life to Jesus. ഞാനിപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തോന്നിച്ച ഒരു കാര്യം, ഇവിടെ ആരെങ്കിലും ഇതുവരെ തങ്ങളുടെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, or even if you have given but you have backslidden and you want to come back to him. അതുപോലെ തന്നെ ഒരിക്കൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ, take this time. ഈ ഒരു സമയം ഉപയോഗിച്ചാട്ടെ. Lord, I just pray, Father, Lord, if there's anyone here who wants to give their life to you. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നിന്നിലേക്ക് അവരുടെ ജീവിതം സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, the Holy Spirit is here. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. And he is talking to you. നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. And if he wants you to recommit yourself, I just call forth anyone who wants to just give their lives totally to the Lord. It may be not just as a savior, but as Lord. ഇന്ന് ആർക്കെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് വരാം. കർത്താവിന് വേണ്ടി, കർത്താവ് രക്ഷകനാണെന്ന് മാത്രമല്ല, തങ്ങളുടെ കർത്താവാണെന്നുള്ള ബോധ്യത്തോടുകൂടെ തങ്ങളുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം ആവശ്യമെങ്കിൽ, if you want to surrender, come forth, come forth. നിങ്ങൾക്ക് അങ്ങനെ ഒരു സമർപ്പണത്തിനായി നിങ്ങൾ തയ്യാറായിരിക്കുന്നെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. Lord, I just pray, Father, and even if you can't come forth, you can raise your hands and someone can come and pray for you. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിയാൽ തന്നെയും മറ്റുള്ളവർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Let's make him Lord of our lives as we sing the song. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ തന്നെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിലെ കർത്താവായിട്ട് യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങൂ, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. This is not to show, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല. It is between you and God. ഒരു കംപ്ലീറ്റ് ഒരു സമർപ്പണം കൊടുത്താട്ടെ, ഒരു സറണ്ടർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങൂ, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. Once more, can we all sing together? നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പാടാം. ഒട്ടും മടങ്ങൂ, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്, കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ,
കർത്താവ്, നീ കർത്താവാകുന്നു, കർത്താവാകുന്നു, കർത്താവാകുന്നു. ഹല്ലേലൂയ. ദൈവം ഇവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരിഖദറ. ഞാൻ സെൻസ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ തന്നെയല്ല, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ കൈവിടത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്, ഒരു വലിയൊരു സമർപ്പണം. പരിശുദ്ധാത്മാവിനോട് കൂടെ നമുക്ക് നടക്കാൻ ഒരു സഭയായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഹല്ലേലൂയ. Yes, yes, Lord, yes, Lord, yes, Lord. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് കൂടുതൽ സ്ഥലം തരാം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാനുള്ള ആ ഒരു പെർമിഷൻ തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ നദിയുടെ കൂടെ ഒഴുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു വഴി ഉണ്ടാക്കിയിട്ട് ഇതിൽ കൂടെ വരണം, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിന്റെ നദി കൂടെ നമുക്ക് ചലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Make that decision today. ഇന്ന് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാമോ? Amen, amen. Amen. So that is the first experience, our salvation. And the second experience is the baptism of the Holy Spirit. അപ്പോൾ ആദ്യത്തെ അനുഭവം പരിശുദ്ധാത്മാവിലൂടെയുള്ള പങ്ക് എന്ന് പറയുന്നത് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. What I shared earlier in Acts 2, the Holy Spirit came on them and they started speaking new tongues. രണ്ടാമത്തെ പരിശുദ്ധാത്മാവിലെ സ്നാനത്തെക്കുറിച്ചാകുന്നു. എങ്ങനെ നമ്മൾ നേരത്തെ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി എന്ന കാര്യം. But so many people stop with that experience and they said, this is enough, we don't want anything more. പലപ്പോഴും പലരും അന്യഭാഷ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു അനുഭവത്തിൽ തന്നെ നിർത്തും, നമ്മൾക്ക് ഇനി ഇത് മതി, ഇതുവരെ മതി, ഇനി അതിലോട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ളത്. But the Holy Spirit wants more. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം നമ്മൾ അതിൽ കൂടുതൽ അവനെ അനുഭവിക്കണം എന്നുള്ളത്. So the third thing we enter is the fellowship of the Holy Spirit. അത് കഴിഞ്ഞ് മൂന്നാമത് പരിശുദ്ധാത്മാവിനോടൊത്തുള്ള ഒരു കൂട്ടായ്മയാകും. 2 Corinthians chapter 13 verse 14 says, the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. Hallelujah. 2 കൊരിന്ത്യർ 13:14 പൗലോസ് ഇങ്ങനെ എഴുതുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. That is Paul's prayer for the disciples. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാകുന്നു അത്. That is my prayer for each of us in our church.
church. തൻ്റെ പ്രാർത്ഥനയും ഈ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള തൻ്റെ പ്രാർത്ഥനയും ഇതാകുന്നു. Amen. Amen. As we have, that word is koinonia. It's a Greek word which means intimate relationship. കൊയിനോണിയ എന്ന് പറയുന്നതാണ് ഈ കൂട്ടായ്മയ്ക്കുള്ള ഒരു പദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അഗാധമായ ഒരു വ്യക്തിബന്ധം എന്നുള്ളതാകുന്നു. As we have fellowship with the Holy Spirit, He reveals Jesus to us. നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി തരുന്നു. The Holy Spirit is a spirit of truth. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാകുന്നു. In this world where there's no clarity about truth, it is the Holy Spirit who will keep us on the path of truth. ഈ ലോകത്തിൽ സത്യത്തിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാതിരിക്കുന്ന ഈ കാലത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിന്റെ ആഴങ്ങളിലേക്ക് നടത്തുന്നു. John 16 verse 13 says, "But when He, the Spirit of truth, comes, He will guide you into all truth, for He will not speak on His own, but whatever He hears, He will speak, and He will disclose to you what is to come." യോഹന്നാന്റെ സുവിശേഷം 16:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുകയും സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. Who wrote the scriptures? ഇത് ആരാകുന്നു ഈ ദൈവവചനം എഴുതിയിരിക്കുന്നത്? The Holy Spirit, isn't it? പരിശുദ്ധാത്മാവാകുന്നു. The word of God says that the word is God breathed, isn't it? So the scripture, the Holy Spirit will never contradict what the scripture says. ദൈവവചനം പറയുന്നത് ഈ വചനം എന്നുള്ളത് ദൈവശാസ്ത്രീയമാകുന്നു എന്നുള്ളതാണെന്നു. അപ്പം പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവവചനത്തിന് എതിരായോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നല്ലാതെ നമ്മളോട് സംസാരിക്കുകയില്ല. So as you fellowship with Him, it's so important to read the scriptures with Him. അപ്പോൾ നമ്മൾ അവനോടുകൂടി തന്നെ കൂട്ടായ്മയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ പ്രാധാന്യമുള്ളതാവുന്നു നമ്മൾ ദൈവവചനം വായിച്ചിരിക്കണം എന്നുള്ളത്. This fellowship is not about goosebumps. It's about being true to the word and understanding it. ഈ കൂട്ടായ്മ എന്നുള്ളത് പലപ്പോഴും കൊരുത്തെരിപ്പുണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമല്ല, അതൊരു അനുഭവമാകുന്നു. And it will change your life. അത് നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിത്തരും. So that experience is the fellowship. Let us always have fellowship with the Holy Spirit. അപ്പോൾ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ ആഗ്രഹിക്കണം. And then there is the infilling of the Holy Spirit. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളത്. If you read the book of Acts, the author Luke always describes many women of God as to be filled with the Holy Spirit. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ തന്നെ ലേഖകനായ ലൂക്കോസ് പലപ്പോഴും ഇതിനകത്ത് എഴുതിയിരിക്കുന്നു പല ദൈവദാസന്മാരും ദാസികളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. It's like the tick of box, that is, if you need to do ministry, you should be filled with the Holy Spirit. അതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. നിങ്ങൾ ശുശ്രൂഷയിൽ ഏർപ്പെടണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. That is even cleaning. അത് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ setting the table, setting the chairs, you should be filled with the Holy Spirit. ഇവിടെ അറേഞ്ച് ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം എന്നുള്ളതാണ്. What are some of the signs of being filled with the Holy Spirit? പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിന്റെ ചില അടയാളങ്ങൾ എന്ത്? There is a fresh boldness to share the gospel and to do God's will. ദൈവത്തിന്റെ സുവിശേഷം പറയുവാനും ദൈവഹിതം ചെയ്യുവാനും ഉള്ള ഒരു ധൈര്യം. Peter, who denied Jesus just before the crucifixion, suddenly becomes so bold and he starts speaking words of wisdom. യേശുവിന്റെ ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുന്നേ യേശുവിനെ തള്ളി പറഞ്ഞ ആ പത്രോസ് തന്നെ യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നമ്മൾ കാണാം അസാമാന്യ ഒരു ധൈര്യത്തോടെ കർത്താവിന്റെ സുവിശേഷം പങ്കുവെക്കുന്നതായിട്ട് കാണാം. The men who in Acts chapter 6 who were chosen to serve tables were filled with the Holy Spirit and wisdom. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 6-ന്റെ അധ്യായം നമ്മൾ കാണുന്നു മേശകളിൽ ശുശ്രൂഷിക്കുവാൻ നിന്നിരുന്ന വ്യക്തികൾ പോലും ദേവദാസന്മാർ പോലും അസാമാന്യമായ ദൈവാത്മാവിൽ നിറഞ്ഞവരായിരുന്നു എന്നുള്ളത്. So whatever we're doing for the Lord, we need to be doing it filled with the Holy Spirit. അപ്പോൾ നമ്മൾ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ തുടങ്ങുന്നോ ചെയ്തുകൊണ്ടിരിക്കുന്നോ നമ്മൾക്ക് നിർബന്ധമായും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. Because Stephen was ready and filled with the Holy Spirit, he was ready for death also. സ്തെഫാനോസ് അതുപോലെ ആത്മനിർഭരമുള്ളവനായിരുന്നത് കൊണ്ട് അവൻ മരിക്കുവാൻ പോലും തയ്യാറുള്ളവനായിരുന്നു. So God gives us a boldness through the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾക്ക് ധൈര്യം കർത്താവ് തരുന്നു. The next sign of being filled is there's a surrender and obedience to the Holy Spirit. അതുപോലെ അടുത്ത അടയാളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തി പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കും നമ്മൾ. Yes, Friday I just read the whole book of Acts. വെള്ളിയാഴ്ച ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ അധ്യായം ഒറ്റയിരുപ്പിന് വായിച്ചു. It's all about the Holy Spirit. അതിൽ മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതാകുന്നു. The leader of the church is not a pastor, it's a Holy Spirit.
ദൈവസഭയുടെ നേതാവ് എന്ന് പറയുന്ന പാസ്റ്റർ അല്ല, അത് പരിശുദ്ധാത്മാവാകുന്നു. And so we see in Acts 13 verses 2 and 3, while they were serving the Lord and fasting, the Holy Spirit said, "Set Barnabas and Saul apart for me for the work to which I have called them." Then when they had fasted, prayed and laid their hands on them, they sent them away. അപ്പോസ്തലപ്രവൃത്തികൾ 13:2-3 ഇങ്ങനെ വായിക്കുന്നു, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും പൗലോസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു. അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. In everything they did, they asked the Holy Spirit. അവർ എന്തെല്ലാം ചെയ്തോ അതെല്ലാം അവർ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ടായിരുന്നു ചെയ്തത്. Can you read Acts chapter 16 verse 6 and 7? അപ്പോസ്തലപ്രവൃത്തികൾ 16:6-7 വാക്യങ്ങൾ. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രൂഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടെ സഞ്ചരിച്ച് മ്യൂസിയയിൽ എത്തി ബിഥൂന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. അവിടെയും യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. The Holy Spirit forbid them to go into a particular region. Instead, they went into Europe. ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ആദ്യം പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. അതുകൊണ്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. And it's there that they meet Lydia, and Lydia's heart is opened, and the church is started in Philippines. അങ്ങനെ അവിടെയാണ് അവർ ലിഡിയെ കണ്ടതും അങ്ങനെ അവിടെ ഒരു പുതിയ സഭ പണിയുവാൻ അവർക്ക് കഴിഞ്ഞതും. Everything good is not God. I think a lot of people of God say that. എല്ലാം നല്ലതും ദൈവത്തിൽ നിന്നുള്ളതല്ല. So we need to ask the Holy Spirit, is this what you want of me? Is this what you want, or is this something to do later? അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഓരോ കാര്യം ചോദിക്കണം, ഇതാകുന്നോ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ടത് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. Romans 8:14 says, "For all who are led by the Spirit of God, these are sons of God, sons and daughters of God." റോമർക്ക് എഴുതിയ ലേഖനം 8:14 എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. How many sons of God do we have here? ഇവിടെ എത്ര പേർ ദൈവത്തിന്റെ മക്കളായിട്ടുണ്ട്? Then we have to be led by the Spirit. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. Amen, amen. And next, another sign, we will bear much fruit, the fruit of the Spirit. അടുത്ത അടയാളം എന്നുള്ളത് നമ്മൾ ആത്മാവിന്റെ ഫലം അധികമായി കായ്ക്കും എന്നുള്ളതാണ്. Acts 13 verse 52 says, "And the disciples were continually filled with joy and with the Holy Spirit." അപ്പോസ്തലപ്രവൃത്തികൾ 13:52 ഇങ്ങനെ പറയുന്നു, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. I check in between if my joy is there or not. ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കും. It's an indicator of my walk with the Lord. എൻ്റെ ഉള്ളിൽ ആ സന്തോഷമുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. കാരണം എൻ്റെ കർത്താവിനുമായിട്ടുള്ള എൻ്റെ നടപ്പിൻ്റെ ഒരു പരിശോധന എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ സന്തോഷമാകും. So if the fruit of the Spirit, love, joy, peace, patience, goodness is there, that means I am letting the Holy Spirit fill my life. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. Paul says in Ephesians chapter 5 verse 18, "Do not get drunk with wine in which there is debauchery, but be filled with the Spirit, speaking to one another in psalms and hymns." Have you tried that? Speaking to one another about the goodness of God, isn't it? And spiritual songs, singing and making melody with your hearts to the Lord, always giving thanks for all things in the name of our Lord Jesus Christ, to our God and Father. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18-20 വരെയുള്ള വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. മറിച്ച് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. The word fill is a Greek word plerou, which means to fill to individual capacity. ഈ നിറയുക എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദം ഫ്ലീറു എന്ന് പറഞ്ഞ പദത്തിൽ നിന്നാണ് വരുന്നത്. ഒരുവന്റെ ശേഷിക്കൊത്തവണ്ണം നിറയുക എന്നാണ് അതിന്റെ അർത്ഥം. It is up to us to expand our capacity. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തമാണ് ആ ഒരു അളവിനെ കൂട്ടുക എന്നുള്ളത്. If there is unforgiveness, if there's bitterness, the Holy Spirit can't fill those areas. നമ്മുടെ ഉള്ളിൽ ക്ഷമയില്ലായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നിറവ് നമുക്ക് ആ ഒരു അളവിനെ നമുക്ക് കൂട്ടുവാൻ സാധിക്കില്ല. And the word is in the present tense, that is, keep on being filled.
ആ ഒരു വചനം, ആ ഒരു വാക്ക് ഒരു വർത്തമാനകാലത്തിനെ കുറിച്ച് അതുപോലെയാകുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. Don't be satisfied with a little bit of the Holy Spirit. നിറഞ്ഞുകൊണ്ടേയിരിക്കുക. ചെറിയ പരിശുദ്ധാത്മാവിന്റെ ചെറിയ അളവിനെ കൊണ്ട് നമ്മൾ തൃപ്തരാകരുത്. Let the river of the Holy Spirit fill your life. പരിശുദ്ധാത്മാവിന്റെ നദി നമ്മളെ നിറഞ്ഞാട്ടെ. Ask for a greater measure of the Holy Spirit. കർത്താവിന്റെ വലിയൊരു അളവിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അളവിനായിട്ട് നമ്മൾ ചോദിച്ചാട്ടെ. Psalm 36 verse 8 says, they drink their fill of the abundance of your house, and you allow them to drink from the river of your delights. സങ്കീർത്തനം 36:8, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. Ezekiel 47 is about, we're all familiar with that passage about how water is coming out from the temple. എസെക്കിയേൽ പ്രവാചകന്റെ 47-ാം അധ്യായം നമ്മൾക്ക് അറിവുള്ളതാകുന്നു. എങ്ങനെ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് അതിന്റെ കീഴിൽ നിന്ന് വെള്ളം പുറത്തു വന്നു എന്നുള്ളത്. So initially it's only ankle deep. ആദ്യം അത് ഒരു കണങ്കാലോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം. You know, quite in this season, whenever I come and pray here, I sense water coming from underneath. ഞാൻ ഈ ഒരു സീസണിൽ ഞാൻ ഇവിടെ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവസഭയിലകത്ത് കയറിയപ്പോഴൊക്കെ ഞാൻ ഈ നദി ഒഴുകുന്നതായിട്ട് ഞാൻ കാണുന്നു. And I know the Holy Spirit is here to move. എനിക്കറിയാം ഇവിടെ ചലിക്കുവാനായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് തയ്യാറെടുത്ത് നിൽക്കുന്നു. And he's saying, let me fill you to the point where you will just flow and swim with the river. അവൻ ആഗ്രഹിക്കുന്നു, അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ ഈ ഒരു നിലത്തിൽ എത്തിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കൊണ്ട് നിറഞ്ഞ് ആത്മനദിയിൽ നിങ്ങൾ നീന്തി തുടിക്കുന്നവരേക്കും, ആ ഒരു അളവ് വരേക്കും ഞാൻ നിറയുമെന്നുള്ളത്. Today I challenge you, will you allow the Holy Spirit to fill you in a greater way? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരു ആത്മനിറവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കമുള്ളവരാക്കുന്നു. Will you decide to surrender and obey the Holy Spirit? ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ താഴ്ത്തി അനുസരണമുള്ളവരായി നിങ്ങൾ സമർപ്പിക്കുമോ? Let's just worship with that. I want you all to just submit to the Holy Spirit. Let's all stand up and we're going to commit to the Lord. As a church, we are going to let the Holy Spirit move in our midst. നമ്മൾക്ക് ഇന്ന് അങ്ങനെ ഒരു സമർപ്പണ മനോഭാവത്തോടെ നമ്മൾക്ക് താഴ്ത്തി നമ്മൾക്ക് സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇവിടെ വന്ന് ക്രിയ ചെയ്യുവാൻ നമ്മൾക്ക് അവനെ സ്വാഗതം ചെയ്യാം. അളവില്ലാതെ 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 നിറയണമേ അളവില്ലാതെ നിറയണമേ അളവില്ലാതെ 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 അത് നമ്മളുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ എന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ ഒട്ടോളം പോരായ
നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായി തീരണം. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നത്തെ ഈ വചനം നിന്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണം, നിറയ്ക്കണം, നിറയ്ക്കണം. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റണം. ഈ ഒരു പ്രാർത്ഥന ഒരു ഡേഞ്ചറസ്, അപകടകരമായ ഒരു പ്രാർത്ഥനയാണ്. ബിക്കോസ് യു വിൽ ജസ്റ്റ്, ഇനി തൊട്ട് നമ്മളല്ല, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കാൻ പോകുന്നത്. സഭയായിട്ട്, കുടുംബങ്ങളായിട്ട് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ലീഡർ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വി വെൽക്കം യു. ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനം ഞങ്ങൾ ഇന്ന് എടുത്തെങ്കിൽ അത് മുമ്പോട്ട് ആ തീരുമാനത്തിൽ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞാൻ എന്തോ സെൻസ് ചെയ്യുന്നു, നിങ്ങൾ ചിലർക്ക് വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാം. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചാട്ടെ, സമയമെടുത്ത് വായിച്ചാട്ടെ. ഞാൻ സംസാരിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ. വചനം വായിക്കുമ്പം നമ്മുടെ the wisdom of God, ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രായം ഒരു വിഷയമല്ല, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഹല്ലേലൂയ. സോ ലോർഡ്, ഐ റിലീസ് ദാറ്റ്. ഞാനത് നിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. വചനം വായിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, അത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ്, വചനം വായിക്കാനുള്ള ദാഹം ഞങ്ങളുടെ സഭയുടെ മേൽ ഹല്ലേലൂയ തരണം കർത്താവേ. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ ചിലർ പറയുന്നു, എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. ഞാൻ പറയുന്നു, എന്താ ബാക്കി എല്ലാവരോടും സംസാരിക്കുന്നു, എന്നോട് എന്താ സംസാരിക്കാത്തത്? പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് അത്, നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ സംസാരിക്കുമ്പോൾ. ഹല്ലേലൂയ. റിലീസ് ദാറ്റ്. കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ അത് റിലീസ് ചെയ്യുന്നു കർത്താവേ. കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ ഒരു പ്രത്യേക ഹല്ലേലൂയ കഴിവ് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ലോർഡ്, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ സഭയായിട്ട് എടുത്തിരിക്കുന്നു. ദാറ്റ് വി വിൽ ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സഭയായി തീരട്ടെ. ഹല്ലേലൂയ. എല്ലാത്തിലും ഹല്ലേലൂയ. അത് അങ്ങനെ ഒരു സഭയായിട്ട് അറിയപ്പെടട്ടെ. ഇറ്റ് വിൽ ബി എ വേൾഡ് ഇമ്പാക്ട് because we are led by the Spirit. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സഭയായിട്ട്. ഹല്ലേലൂയ. നന്ദി പിതാവേ, ഈ വചനത്തിനായി നന്ദി. ലോർഡ്, ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളത് മനസ്സിലാക്കി ഹല്ലേലൂയ അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ നദിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി. ഹല്ലേലൂയ. തിരിച്ച് ഞങ്ങൾ നോക്കത്തില്ല, ഞങ്ങൾ ഇറങ്ങുന്നു. ഹല്ലേലൂയ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.